ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. എടവിലങ്ങ് കാതിയാളത്ത് ഹരിതകർമ്മസേനാംഗത്തെ യുവതി ആക്രമിച്ചു. ഹരിതകർമ്മസേനാംഗം ആശാ സതീഷിനാണ് ആക്രമണം നേരിട്ടത്. റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മാലിന്യം നിറച്ച ചാക്ക് പരിശോധിച്ച് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെയാണ് ആക്രമണം. കാട്ടാന ഭീതിയൊഴിയാതെ കുതിരാൻ. വാണിയമ്പാറ പെരുംതുമ്പയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി കാട്ടാന കൂട്ടമിറങ്ങി. കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന അവകാശവാദം ഭരണത്തുടർച്ച ലക്ഷ്യമാക്കിയുള്ള വഞ്ചനയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ ചോദ്യം ചെയ്യുന്നില്ലെന്നും സുരേഷ് ഗോപി. പഴഞ്ഞി മൂലേപ്പാട് പള്ളിപ്പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. പെങ്ങാമുക്ക് സ്വദേശി രായമരക്കാർ വീട്ടിൽ ഷബീറിനാണ് പരിക്കേറ്റത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതം. പാലിയേക്കര ടോൾ പ്ലാസയിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട KSRTC ബസ് വാഹനങ്ങളിലിടിച്ച് അപകടം. മരത്തംകോട് പള്ളിപ്പെരുന്നാളിനായി സ്ഥാപിച്ച പന്തൽ തകർന്നു വീണ് പിക്കപ്പ് ലോറി തകർന്നു. ദേശീയപാത പാണഞ്ചേരിയിൽ കാർ തലകീഴായി മറിഞ്ഞു. വടക്കാഞ്ചേരി ഒന്നാം കല്ലിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെങ്ങാലി വീട്ടിൽ മാധവാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാതിയാളത്ത് ഹരിതകർമ്മസേനാംഗത്തെ യുവതി ആക്രമിച്ചു. ഹരിതകർമ്മസേനാംഗം ആശാ സതീഷിനെയാണ് ഹന്ന എന്ന യുവതി ആക്രമിച്ചത്. റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മാലിന്യം നിറച്ച പ്ലാസ്റ്റിക് ചാക്ക് പരിശോധിച്ച് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ആശയ്ക്ക് മർദ്ദനമേറ്റത്. ചാക്കിൽ നിന്നും വൈദ്യുതി ബില്ലും സ്കൂളിലെ പരീക്ഷാ പേപ്പറും കണ്ടെടുത്തിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന വാർഡ് മെമ്പർ ഷാഹിന ജലീൽ വീട്ടമ്മയോട് മാലിന്യത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ആരായുന്നതിനിടയിലായിരുന്നു സംഭവം. ആശയുടെ മുടിയിൽ പിടിച്ചു വലിച്ച വീട്ടമ്മ പലവട്ടം മുഖത്തടിക്കുകയായിരുന്നു. ഒരു പുറത്തേക്ക് വന്നു. അപ്പൊ ഞാൻ എന്താന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് നിങ്ങളുടെ അഡ്രസ്സൊക്കെ കിട്ടിയിട്ടുള്ളത്, ഇതില് നിങ്ങളാണോ അതവിടെ ഇട്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു അവരുടെ എല്ലാം നിഷേധിച്ചു. അപ്പൊ ഇത്രയും അഡ്രസ്സുകളും പ്രൂഫുകളും നിങ്ങളുടെ ഉള്ളതിന്റെ സ്ഥിതിക്ക് അത് നിഷേധിക്കാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഹരിതകർമ്മസേനക്കാർക്ക് യൂസർ ഫീ കൊടുത്തിട്ട് അത് ഒഴിവാക്ക്, വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട നമുക്ക്. അവർക്ക് ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൊണ്ടുപോകും. യൂസർ ഫീ കൊടുത്ത് ഒഴിവാക്കുന്നു പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗേറ്റും കടന്ന് ഓടി വന്നു. അപ്പൊ നമ്മൾ ഹരിതകർമ്മസേന അതിന്റെ വീഡിയോ എടുക്കണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കണ്ടപ്പോ തന്നെ അവർക്ക് ദേഷ്യം വന്ന് അവരെന്ത് ചെയ്തു, ഹരിതകർമ്മസേന ആശാ സതീഷിനെ മുഖത്തേക്ക് ഈ കവിളത്തേക്ക് ഇങ്ങനെ 2 പ്രാവശ്യം ആഞ്ഞടിച്ചവര്. അടിച്ച മാത്രമേ നമുക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ അടിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞ് ഞാൻ അടിക്കും ഇതൊന്നും എന്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്തോ ഒരു മാനസിക വിഭ്രാന്തി പോലെ അവരങ്ങോട്ട് ഗേറ്റും കടന്ന് അങ്ങോട്ട് അവരെ പേരുടെ ഉള്ളിലേക്ക് കയറിപ്പോയി. ചിട്ടാടെയാണ് ഈ കവറ് അല്ല ഇത്ത വെച്ച് അല്ല. അപ്പൊ നീ ഇങ്ങനെ കിട്ടിയ സാധനം ഞങ്ങൾ ഇത്താക്ക് തരില്ല പറഞ്ഞു. അത് പറഞ്ഞപ്പോഴത്തേക്ക് ഈ നിന്ന് വീഡിയോ എടുത്തിരുന്ന പെൺകുട്ടീനെ കൊടുത്ത് 3-4 അടിയുണ്ട് കൊടുത്ത് തല്ല കൂട്ടി പിടിച്ച് വലിച്ചിട്ട് അതും ചെയ്ത് അവരങ്ങോട്ട് പോയി. പരിക്കേറ്റ ആശയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കാട്ടാന ഭീതിയൊഴിയാതെ കുതിരാൻ. വാണിയമ്പാറ പെരുംതുമ്പയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി കാട്ടാനക്കൂട്ടമിറങ്ങി. കുട്ടിയാനയടക്കം 4 ആനകളാണ് പെരുംതുമ്പയിലെ കൃഷിയിടത്തിൽ തമ്പടിച്ചിരിക്കുന്നത്. കാട്ടാനശല്യം തടയാൻ സ്ഥാപിച്ച ഫെൻസിംഗ് തകർന്നതാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് കടക്കാൻ കാരണം. കഴിഞ്ഞ ഒരാഴ്ചയായി കുതിരാനിൽ ഒറ്റയാൻ ഇറങ്ങി പരിഭ്രാന്തി സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് പെരുംതുമ്പയിൽ കാട്ടാനക്കൂട്ടമിറങ്ങിയത്. വാഴാനി മേഖലയിൽ നിന്നാണ് കുതിരാനിലേക്ക് ആനകൾ എത്തുന്നതെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന അവകാശവാദം പെരുപ്പിച്ചു കാണിക്കുന്നത് ഭരണത്തുടർച്ച ലക്ഷ്യമാക്കിയുള്ള വഞ്ചനയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ ചോദ്യം ചെയ്യുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അളവിന്
മേലെ ഉള്ള പെരുപ്പിച്ച് കാണിക്കൽ എന്ന് പറയുന്നത് വീണ്ടും 5 വർഷം വഞ്ചിക്കാൻ വേണ്ടി ഉള്ള ആയുധമാണ്. അത് കൊടിയ വഞ്ചന. എന്താണോ ഇവര് സുഖിപ്പിച്ച് നേടാമെന്ന് വിചാരിച്ച് വഞ്ചിക്കപ്പെട്ടവരാണെങ്കിൽ ആ വഞ്ചന അകറ്റണം, ആ വഞ്ചന ഇല്ലായ്മ ചെയ്യണം. വഞ്ചന എന്ന് പറയുന്ന ചതിയോ തെറ്റോ എന്താണെന്ന് വെച്ചാൽ അത് പുനരെടുത്ത് നടത്തും. നഗരസഭയിൽ പട്ടികജാതി പുനരധിവാസ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തതിലുള്ള അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പട്ടികജാതി കമ്മീഷന് BJP നൽകുന്ന പരാതിയുടെ ഒപ്പുശേഖരണം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിലെ ഭൂമി ഇടപാടിൽ പട്ടികജാതിക്കാരെ നഗരസഭ വഞ്ചിച്ചതായി സുരേഷ് ഗോപി പറഞ്ഞു. ചാപ്പാറയിൽ നടന്ന പരിപാടിയിൽ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, നേതാക്കളായ IAS മനോജ്, TJ ജെമി, ON വിജയൻ, VM പുരുഷോത്തമൻ, KS ശിവറാം എന്നിവർ പങ്കെടുത്തു. TCV കൊടുങ്ങല്ലൂർ. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി താൻ നിലകൊള്ളുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഇരിഞ്ഞാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലത്തിൽ താൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പദ്ധതികൾക്ക് നിസ്സഹകരണം നേരിടുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു. MP-മാർ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ കളക്ടർ വഴി നടപ്പിലാക്കുന്ന നിയമം കൊണ്ടുവരണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. ഇരിഞ്ഞാലക്കുട കാറളം പഞ്ചായത്തിൽ മത്സ്യബന്ധന തൊഴിലാളിയായ കാഞ്ചനയ്ക്ക് വള്ളവും വലയും വാങ്ങി നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മാധ്യമങ്ങളിലൂടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രിയുടെ നടപടി. ചെമ്മാപ്പിള്ളി വീട്ടിൽ കാഞ്ചന ശിവരാമൻ കഴിഞ്ഞ 50 വർഷമായി മത്സ്യബന്ധനം നടത്തിയാണ് ഉപജീവനം കണ്ടെത്തുന്നത്. 10 വർഷം മുൻപ് ഭർത്താവ് മരിച്ചതോടെ സ്വന്തമായുള്ള പഴയൊരു വള്ളത്തിലാണ് മത്സ്യബന്ധനം നടത്തുന്നത്. ഗ്രാമസഭകളിൽ 100% മാർക്ക് നേടി ഉപഭോക്തൃ വിഹിതമായ 7500 രൂപയും കാഞ്ചനയിൽ നിന്നും പഞ്ചായത്ത് അധികൃതർ കൈപ്പറ്റിയിരുന്നു. എന്നാൽ പിന്നീട് ഉപഭോക്തൃ വിഹിതമായ പണം തിരികെ മകനെ ഏൽപ്പിക്കുകയും കാഞ്ചനയ്ക്ക് വഞ്ചി ലഭിക്കാൻ അർഹതയില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിക്കുകയുമായിരുന്നു. മാധ്യമങ്ങളിൽ ഇക്കാര്യം വാർത്തയായതിനെ തുടർന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട വിഷയം സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വിഷയത്തിന്റെ ആധികാരികത പരിശോധിച്ചതിന് ശേഷം കാഞ്ചനയ്ക്ക് വള്ളവും വലയും വാങ്ങി നൽകാമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകിയിരുന്നു. ബുധനാഴ്ച രാവിലെ ചെമ്മണ്ട കൊടുന്തറ പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ സുരേഷ് ഗോപി വള്ളവും വലയും കാഞ്ചനയ്ക്ക് കൈമാറി. BJP സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം, BJP പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ അനിൽ, ജനറൽ സെക്രട്ടറി സുഭാഷ് കൊല്ലന്തറ, രാമചന്ദ്രൻ കോവിൽപ്പറമ്പിൽ, ആർച്ച അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ് ഇരിങ്ങാലക്കുട. ഇരിഞ്ഞാലക്കുടയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി പ്രകാരമാണ് 100-ലധികം പേർക്ക് സഹായം നൽകിയത്. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് KR ശ്രീകുമാർ, ആർച്ച അനീഷ്, കൃപേഷ് ചെമ്മണ്ട, സന്തോഷ് ചെറാക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. അപ്പൊ അതിനുവേണ്ടി ടീച്ചേഴ്സുള്ള സുരേഷ് ചേട്ടനെ പഴഞ്ഞി മൂലേപ്പാട് പള്ളിപ്പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. പെങ്ങാമുക്ക് സ്വദേശി രായ്മരക്കാർ വീട്ടിൽ ഷബീറിനാണ് പരിക്കേറ്റത്. ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എന്ന ആനയുടെ പാപ്പാന്മാരാണ് യുവാവിനെ മർദ്ദിച്ചത്. ഷബീറിന്റെ അനുജന്റെ 12 വയസ്സുള്ള മകനെ ആനപ്പുറത്ത് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് ഷബീറിനെ മർദ്ദനമേറ്റത്. ആനയുടെ തോട്ടികൊണ്ടുള്ള മർദ്ദനത്തിൽ തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതികൾക്കായി കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി
അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. പാലിയേക്കര ടോൾ പ്ലാസയിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട KSRTC ബസ് 3 കാറുകളിലും പിക്കപ്പ് വാനിലും ഇടിച്ച് അപകടം. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. ആർക്കും പരിക്കില്ല. ടോൾ ബൂത്തിൽ നിർത്തിയിട്ട വാഹനങ്ങളിലാണ് ബസ് ഇടിച്ചത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മുൻപിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഒന്നിനു പുറകിലായി മറ്റു വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസും ടോൾ പ്ലാസ ജീവനക്കാരും ചേർന്നാണ് ടോൾ ബൂത്തിൽ നിന്ന് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ മാറ്റിയത്. ദേശീയപാത പാണഞ്ചേരിയിൽ കാർ തലകീഴായി മറിഞ്ഞു. ബംഗളൂരുവിൽ നിന്ന് വലപ്പാട്ടേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മരത്തംകോട് പള്ളിപ്പെരുന്നാളിനായി സ്ഥാപിച്ച പന്തൽ തകർന്നു വീണ് അപകടം. പിക്കപ്പ് ലോറി തകർന്നു. പന്തൽ നിർമ്മാണ ജീവനക്കാരന് പരിക്കേറ്റു. മരത്തംകോട് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി വായനശാല ഫ്രണ്ട്സ് കമ്മിറ്റിയുടെ നാദം ലൈറ്റ് ആൻഡ് സൗണ്ട് നിർമ്മിച്ച പന്തലാണ് അഴിക്കുന്നതിനിടയിൽ റോഡിലേക്ക് തകർന്നു വീണത്. പിക്കപ്പ് വാഹനത്തിന്റെ മുകളിലേക്കാണ് പന്തൽ വീണത്. അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാലിന് പരിക്കേറ്റ പന്തൽ നിർമ്മാണ ജീവനക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി 1-ാം കല്ലിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെങ്ങാലി വീട്ടിൽ മാധവിനെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടത്. ഓട്ടുപാറയിലെ ജിം ട്രെയിനറായ മാധവ് ദിവസവും 4-ന് ഉണർന്ന് ജിമ്മിൽ പോകാറുള്ളതാണ്. എന്നാൽ സമയം വൈകിയിട്ടും എഴുന്നേൽക്കാതെ വന്നതിനെ തുടർന്ന് അമ്മ അയൽവാസികളെ വിളിച്ച് വാതിൽ തള്ളി തുറക്കുകയായിരുന്നു. വീട്ടിൽ മാധവും അമ്മയും മാത്രമാണ് താമസിക്കുന്നത്. പുതുക്കാട് മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 7-ലും ഇനി സ്ത്രീകൾ പ്രസിഡന്റാകും. വരന്തരപ്പള്ളി, തൃക്കൂർ, പുതുക്കാട്, നെന്മണിക്കര, അളഗപ്പനഗർ, വല്ലച്ചുറ, പറപ്പൂക്കര പഞ്ചായത്തുകളിലാണ് സ്ത്രീകൾ പ്രസിഡന്റാകുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിൽ മാത്രമാണ് ഇനി ജനറൽ വിഭാഗം പ്രസിഡന്റ് സ്ഥാനം. ഇതിൽ വരന്തരപ്പള്ളി പഞ്ചായത്ത് സംവരണം ചെയ്യപ്പെട്ടതോടെ പട്ടികജാതി സ്ത്രീ പ്രസിഡന്റാകും. ബാക്കിയുള്ള 6 പഞ്ചായത്തുകളും സ്ത്രീകൾ പ്രസിഡന്റാകും. വരന്തരപ്പള്ളിയിൽ തുടർച്ചയായി 2-ാം തവണയാണ് സ്ത്രീകൾ പ്രസിഡന്റാകുന്നത്. തൃക്കൂരിലും അളഗപ്പ് നഗറിലും കഴിഞ്ഞ തവണ മുന്നണി ധാരണ പ്രകാരം അവസാന വർഷങ്ങളിൽ സ്ത്രീകളായിരുന്നു പ്രസിഡന്റ്. നെന്മണിക്കരയിൽ 2 തവണയ്ക്ക് ശേഷമാണ് സ്ത്രീ പ്രസിഡന്റാകുന്നത്. ആദ്യമായാണ് പുതുക്കാട് മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ ഒരേ സമയം സ്ത്രീകൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ക്ഷേത്രങ്ങളും ക്ഷേത്ര സ്വത്തുക്കളും സംരക്ഷിക്കുന്നതിനാവശ്യമായ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരേണ്ടതാണെന്ന് മുൻ കേരള DGP TP സെൻകുമാർ പറഞ്ഞു. കേരള ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവസ്വം ബോർഡുകളുടെ വാർഷിക വരുമാനം അതാത് സാമ്പത്തിക വർഷത്തിൽ തന്നെ കാര്യമായി ഓഡിറ്റ് നടത്തി പബ്ലിഷ് ചെയ്യാത്തതിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ടൗൺഹാളിൽ നടന്ന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ മുന്നൂലം നീലകണ്ഠൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. BMS സംസ്ഥാന പ്രസിഡന്റ് B ശിവജി സുദർശൻ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് G ഗോപകുമാർ, സേതു തിരുവെങ്കിടം, അഡ്വക്കേറ്റ് P മുരളീധരൻ, ജനറൽ കൺവീനർ TC സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. വിഷ്ണു നമ്പൂതിരി അവരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ദേവസ്വം ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് പ്രശസ്ത കർണാടക സംഗീതജ്ഞ പ്രൊഫസർ പാൽക്കുളങ്ങര K അംബികാദേവിയെ തിരഞ്ഞെടുത്തു. ഗുരുവായൂരപ്പന്റെ രൂപം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണപ്പതക്കം, 51,000 രൂപ, പ്രശസ്തിപത്രം, ഫലകം എന്നിവയടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 16-ന് നടക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത് 7,90,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ. ചാലക്കുടി കോടശ്ശേരി നായരങ്ങാടി സ്വദേശി തെക്കിനിയത്ത് വീട്ടിൽ ബിബിനാണ് അറസ്റ്റിലായത്. താഴേക്കാട് പറമ്പി റോഡ് സ്വദേശി 10-ാം മഠത്തിൽ ഷബിൻ, സുഹൃത്തുക്കളായ നിഖിൽ, അക്ഷയ്, പ്രസീദ് എന്നിവരാണ് തട്ടിപ്പിനിരയായത്. ആളൂർ SHO B ഷാജിമോൻ, SI KT ബെന്നി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വ്യാജ നോട്ടുകൾ നിർമ്മിച്ച കേസിൽ അറസ്റ്റിലായി കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് മുങ്ങി നടന്ന പ്രതി അറസ്റ്റിൽ. നെല്ലായി ആലത്തൂർ സ്വദേശി തൈവളപ്പിൽ ഹരിദാസാണ് പിടിയിലായത്. പ്രധാന റോഡ് മാർഗം ഒഴിവാക്കി പാടവരമ്പിലൂടെ ദീർഘദൂരം നടന്ന് ഇയാൾ വീട്ടിൽ വന്നു പോകുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കൊടകര പോലീസ് സ്റ്റേഷൻ SHO PK ദാസ്,
ASIമാരായ ബേബി, ആഷ്ലിൻ ജോൺ, ജി ഷിജു, CPO സജീഷ് കുമാർ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ സെക്രട്ടറിക്കെതിരെ ചെയർമാന്റെ രൂക്ഷ വിമർശനം. നഗരസഭയുടെ പരിപാടികൾക്കായി ചെലവഴിച്ച തുകയുടെ ബില്ലുകൾ ഒപ്പിട്ട് നൽകുന്നതിൽ കാലതാമസം വരുത്തുന്നതിനെ ചൊല്ലിയാണ് സെക്രട്ടറി KB വിശ്വനാഥനെതിരെ ചെയർമാൻ PN സുരേന്ദ്രൻ വിമർശനം ഉന്നയിച്ചത്. നഗരസഭാ കൌൺസിൽ തീരുമാനിച്ച കാര്യങ്ങൾ പോലും സെക്രട്ടറി നടപ്പിലാക്കുന്നില്ലെന്നും ചെയർമാൻ ആരോപിച്ചു. അതേസമയം തന്റെ കാലത്തുള്ള ബില്ലുകൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് സെക്രട്ടറി അറിയിച്ചു. എന്നാൽ പഴയ ബില്ലുകളുടെ കാര്യത്തിൽ പരിപാടി നടത്തിയതിന്റെ ഫയലുകൾ കൃത്യമായി നൽകിയാൽ മാത്രമേ പണം അനുവദിക്കാനാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണോ? കമ്മിറ്റിയാണല്ലോ അതോറിറ്റി. മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിനകത്ത് വെച്ച് തീരുമാനിച്ച് നമുക്ക് നടപ്പിലാക്കാം. 32 കോടി ചെലവിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഷീ വർക്ക് സ്പേസ് പദ്ധതി CPM കേന്ദ്രമാക്കി മാറ്റാൻ നീക്കമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഗവേണിംഗ് ബോഡിയുടെ നിയമാവലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഏകപക്ഷീയമായാണ് അംഗീകരിച്ചത് എന്ന് നേതാക്കൾ പറഞ്ഞു. പദ്ധതിയുടെ നിർമ്മാണ സ്ഥലത്തു നിന്ന് മണ്ണ് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് ആക്ഷേപമുയർന്നിട്ടുണ്ട്. മണ്ണ് ലേലം ചെയ്തതിൽ അഴിമതിയുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു. നേതാക്കളായ പോൾസൺ തെക്കുംപിടിക, സുധൻ കാരയിൽ, അലക്സ് ചുക്കിരി, സന്തോഷ് ഐത്താടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ. മെഗാ കേബിൾ ഫെസ്റ്റ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. മദ്യപിക്കുന്നതിന് പണം കൊടുക്കാതിരുന്നതിന് യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 2 വർഷം 6 മാസം 15 ദിവസം തടവ് ശിക്ഷ വിധിച്ചു. വലപ്പാട് സ്വദേശി തൈവളപ്പിൽ സുമോദിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് നാട്ടിക പള്ളം ബീച്ച് സ്വദേശി കണ്ണംപറമ്പിൽ വീട്ടിൽ രമേഷിനെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം പടിഞ്ഞാറെ വെമ്പലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ നാടക പ്രവർത്തകൻ പ്രതാപൻ നെല്ലിക്കത്തറ കലാമത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P മൊയ്തീൻകുട്ടി കലോത്സവ സന്ദേശം നൽകി. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അജിതൻ, സീനത്ത് ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്കൃതം തുടങ്ങിയ കലോത്സവങ്ങളും ഇതിന്റെ ഭാഗമായി നടന്ന് മുന്നോട്ട്. ഇപ്രാവശ്യം സംസ്ഥാന കലോത്സവം നമ്മുടെ തൃശ്ശൂരിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. 2 ദിവസം മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ജില്ലയിലെ മന്ത്രിമാരും ബന്ധപ്പെട്ടവരും എല്ലാവരും കൂടി കലോത്സവം വിജയിപ്പിക്കേണ്ടത് സംബന്ധിച്ചുള്ള ഒരു ആലോചനാ യോഗത്തിലായിരുന്നു. പെരിഞ്ഞനം പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ക്ഷീര കർഷകർക്ക് ധാതു ലവണ മിശ്രിതം വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ER ഷീല, സായിദ മുത്തുകോയ തങ്ങൾ, ഹേമലത രാജ്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു.
റോഡരികിൽ നിന്ന് കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് വിദ്യാർത്ഥി മാതൃകയായി. ചെമ്പൂച്ചിറ ഗവൺമെന്റ് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി PS ധ്യാൻ കൃഷ്ണയ്ക്കാണ് റോഡിൽ നിന്ന് സ്വർണ്ണാഭരണം ലഭിച്ചത്. സ്കൂളിലെത്തിയ വിദ്യാർത്ഥി ഇത് പ്രധാന അധ്യാപികയുടെ സഹായത്തോടെ വെള്ളിക്കുളങ്ങര സ്റ്റേഷനിലെത്തിച്ച് SHO K കൃഷ്ണനെ ഏൽപ്പിക്കുകയായിരുന്നു. ധ്യാൻ കൃഷ്ണയെ പോലീസും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും അഭിനന്ദിച്ചു. ആഭരണത്തിന്റെ ഉടമയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. ചിന്തുപാട്ട് കലാകാരി ഹൃദ്യ ഷലീൽ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ്, നഗരസഭാ കൌൺസിലർമാരായ നിത പോൾ, TD എലിസബത്ത്, ഡോക്ടർ PC സിജി തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. സംസ്ഥാനത്തെ മികച്ച 2ാമത്തെ പോലീസ് സ്റ്റേഷനുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ കൊടുങ്ങല്ലൂർ സ്റ്റേഷന് അനുമോദനവുമായി വിദ്യാലയങ്ങൾ. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, GLPS, GHSS എന്നിവിടങ്ങളിലെ കുട്ടികളും അധ്യാപകരും PTA പ്രതിനിധികളുമാണ് മധുരം പങ്കിടാൻ സ്റ്റേഷനിൽ എത്തിയത്. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ BK അരുൺ സംഘത്തെ സ്വീകരിച്ചു. പ്രധാന അധ്യാപകരായ ഷൈനി ആൻഡോ, ബീന, PTA പ്രസിഡന്റുമാരായ നവാസ് പടുവിങ്ങൽ, നിത്യ, MPTA പ്രസിഡന്റ് ജിൻസി സമീർ എന്നിവർ പങ്കെടുത്തു. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ചുറ്റുമതിലിന്റെ നിർമ്മാണോദ്ഘാടനവും AC മൊയ്തീൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ KK മണി, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. അരിച്ചരിച്ചാണെങ്കിലും നമ്മുടെയൊക്കെ ചുറ്റുപാടുകൾ വർഗീയമായി മാറുന്നു എന്നുള്ള സ്ഥിതിയുണ്ട്. എൻ്റെ ജാതി, എൻ്റെ മതം. ഈ മാസം 8 മുതൽ 11 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടീമിലേക്ക് തൃശൂർ പോട്ടോർ സ്വദേശി സിബിൻ P ഗിരീഷിനെ തെരഞ്ഞെടുത്തു. പുന്നൂർ കളരിക്കൽ ഗിരീഷ് രമണി ദമ്പതികളുടെ മകനാണ്. കേരള ടീമിന്റെ ഒമാൻ ടൂറിലെ 2020 ടീമിൽ അംഗമായിരുന്നു. വൈസ്മെൻസ് മാള ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ചിത്രരചനാ മത്സരം ശനിയാഴ്ച നടക്കും. ഹോളി ഗ്രേസ് അക്കാദമിയിൽ LKG മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. 5 വിഭാഗങ്ങളായി തിരിച്ചാണ് മത്സരം നടത്തുന്നത്. ചിത്രരചനയ്ക്കുള്ള പേപ്പർ ഒഴികെയുള്ള വസ്തുക്കൾ കുട്ടികൾ കൊണ്ടുവരണമെന്നും രജിസ്ട്രേഷൻ സൗജന്യമായിരിക്കുമെന്നും സംഘാടകരായ ജിഷ ഷിബു, മാർഗരറ്റ് ജോസ്, റോസിലി ജോളി, ജോളി വടക്കൻ എന്നിവർ അറിയിച്ചു. പുനർനിർമ്മിച്ച പാമ്പാടി സർക്കാർ മൃഗാശുപത്രി നാടിന് സമർപ്പിച്ചു. മന്ത്രി J ചിഞ്ചുറാണി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. K രാധാകൃഷ്ണൻ MP ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസർ ഡോക്ടർ KB ജിതേന്ദ്രകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ S നായർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, വൈസ് പ്രസിഡന്റ് M ഉദയൻ, വിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിനെല്ലാം നേതൃത്വമായി പങ്കുവഹിച്ച് 1 ലക്ഷം രൂപ നമ്മുടെ ഈ ആശുപത്രി. പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആസ്ഥാന മന്ദിരം നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് ഉറപ്പു നൽകിയ CC മുകുന്ദൻ MLA അനുമോദിച്ചു. കാരുണ്യ ഓഫീസ് പരിസരത്ത് ചേർന്ന അനുമോദന യോഗം പത്മശ്രീ പെരുവനംകുട്ടൻ മാരാർ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA പ്രൊഫസർ KU അരുണൻ അധ്യക്ഷത വഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, പ്രൊഫസർ TR ഹാരി തുടങ്ങിയവർ ചേർന്ന് MLAയെ പൊന്നാടയണിയിച്ചു. പക്ഷെ അതടക്കം ചെയ്തിട്ടാണ് മനസ്സിലാക്കുക എന്ന് പറയണ്ടായി. അപ്പൊ തന്നെ അവിടെ വെച്ചിട്ട് തന്നെ അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് പണി പൂർത്തീകരിക്കുന്ന ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഉണ്ടായി. അങ്ങനെ ഞാൻ റോഡ് സന്ദർശിക്കുന്ന വേളയിൽ പെരുവനത്ത് വന്നു. അങ്ങനെ അദ്ദേഹത്തിനെ ഞാൻ നേരിട്ട് പരിചയപ്പെടുകയും. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്.
സ്വർണം ഗ്രാമിന് 11,135 രൂപ, പവന് 89,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. എടവിലങ്ങ് കാതിയാളത്ത് ഹരിതകർമ്മസേനാംഗത്തെ യുവതി ആക്രമിച്ചു. ഹരിതകർമ്മസേനാംഗം ആശാ സതീഷിനാണ് മർദ്ദനമേറ്റത്. റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മാലിന്യം നിറച്ച ചാക്ക് പരിശോധിച്ച് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെയാണ് ആക്രമണം. കാട്ടാന ഭീതിയൊഴിയാതെ കുതിരാൻ. വണിയമ്പാറ പെരുംതുമ്പയിൽ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി കാട്ടാന കൂട്ടമിറങ്ങി. കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന അവകാശവാദം ഭരണത്തുടർച്ച ലക്ഷ്യമാക്കിയുള്ള വഞ്ചനയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ ചോദ്യം ചെയ്യുന്നില്ലെന്നും സുരേഷ് ഗോപി. പഴഞ്ഞി മൂലേപ്പാട് പള്ളിപ്പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. വെങ്ങാമുക്ക് സ്വദേശി രായമരക്കാർ വീട്ടിൽ ഷബീറിനാണ് പരിക്കേറ്റത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതം. പാലിയേക്കര ടോൾ പ്ലാസയിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട KSRTC ബസ് വാഹനങ്ങളിലിടിച്ച് അപകടം. മരത്തംകോട് പള്ളിപ്പെരുന്നാളിനായി സ്ഥാപിച്ച പന്തൽ തകർന്നു വീണ് പിക്കപ്പ് ലോറി തകർന്നു. ദേശീയപാത പാണഞ്ചേരിയിൽ കാർ തലകീഴായി മറിഞ്ഞു. വടക്കാഞ്ചേരി 1-ാം കല്ലിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചങ്ങാലി വീട്ടിൽ മാധവാണ് മരിച്ചത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.